ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങള് തിരുമുഖത്തേക്ക് നോക്കുന്നു. ഒരുമിച്ച് ദൈവവചനം ചിന്തിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന വലിയേറെ അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ജീവന്റെ വചനമായി ഞങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ച്, മനുഷ്യരുടെ ഇടയിൽ സഞ്ചരിച്ച്, കർത്താവെ, അവിടുന്ന് കർത്താവെ ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി, ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കാൽവറിയിൽ യാഗമായി തീർന്നത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളെ തിരുമുഖത്തേക്ക് നോക്കുന്നു. സർവവല്ലഭനായ ദൈവമേ, തന്റെ വിശുദ്ധിയുടെ മഹത്വത്തിൽ, തേജസ്സിൽ അധിവസിക്കുന്നവനായിട്ടുള്ള ദൈവമേ, ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വചനത്തിന് മുമ്പിൽ, അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ശോധന ചെയ്യണമേ. വ്യസനത്തിനുള്ള മാർഗം ഞങ്ങളുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ ഞങ്ങളെ നടത്തണമേ. അങ്ങയുടെ വചനം ഞങ്ങളെ ദോഷത്തിൽ നിന്ന് വിടുവിക്കുന്നതാകയാൽ നന്ദിയുണ്ട്, സ്തോത്രം. ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് മുഖാന്തരം അടിയങ്ങളെ സഹായിക്കുമാറാകണമേ അപേക്ഷിക്കുന്നു. അടിയനെയും ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. മഹത്വം തിരുമേനി മാത്രം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം, അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. 3-ാം അധ്യായം 10-ാമത്തെ വാക്യം വരെ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. 10-ാമത്തെ വാക്യത്തില് പ്രത്യേകിച്ചും അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളും അന്ത്യകാലത്ത് വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള വഷളത്വത്തെയും അങ്ങനെയുള്ള മനുഷ്യരെയും കുറിച്ചൊക്കെ ഓർമ്മിപ്പിച്ച ശേഷം തിമോഥെയോസ് എപ്രകാരം ആയിരിക്കണം, ഒരു സഭാ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എങ്ങനെ ആയിരിക്കണം, തന്നെയും തന്നെ പോലെയുള്ളവരെയും എപ്രകാരം പിൻപറ്റണം എന്ന് തിമോഥെയോസിനെ ഓർപ്പിക്കുന്നതായിട്ടുള്ള ഭാഗമാണ് 3-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അതിനെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നാം വിശദമായിട്ട് ചിന്തിക്കുകയുണ്ടായി. എന്നാൽ അതിന്റെ ബാക്കിയായിട്ട് പറഞ്ഞിരിക്കുന്നു. 10-ാമത്തെ വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗം മുതൽ ഒടുവിലത്തെ ഭാഗം മുതൽ ഇങ്ങനെയാണ് പറയുന്നത്. എന്നിവയും, എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും. പിന്നീട് പറയുന്നു, അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. അപ്പൊ തിമോഥെയോസ്, he was an eyewitness to almost all the sufferings that Paul had endured during his ministry. പൗലോസ് അപ്പോസ്തലൻ തന്റെ ശുശ്രൂഷ കാലയളവിൽ താൻ സഹിച്ചതായിട്ടുള്ള കഷ്ടതയും പീഡനങ്ങളും പ്രയാസങ്ങളും എല്ലാം ഏറെക്കുറെ നേരിൽ കണ്ടറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു തിമോഥെയോസ്. ആ തിമോഥെയോസ് ഇന്ന് എഫെസോസിലെ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അതേസമയം പൗലോസ് തന്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിൽ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് വളരെ ക്രൂരമായ പീഡനങ്ങൾ സഭയുടെ മേൽ അഴിച്ചുവിട്ട നീറോ ചക്രവർത്തി ഭരിക്കുന്ന സമയത്ത് റോമയിലെ കാരാഗൃഹത്തിലായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് ഏകദേശം 20 വർഷത്തിലധികമായി തിമോഥെയോസിന് അപ്പോസ്തലനായ പൗലോസിനെ നേരിട്ട് അറിയാം. പൗലോസിന്റെ 1-ാം മിഷണറി യാത്രയിൽ AD 47-ലോ 48-ലോ അപ്പോസ്തലനായ പൗലോസ് ലുസ്ത്രയിൽ വന്ന നാൾ മുതൽ തിമോഥെയോസിന് അപ്പോസ്തലനായ പൗലോസിനെ നേരിട്ടറിയാം. അതുകൊണ്ടാണ്, നീ എന്നെ അനുകരിക്കുക, എന്റെ ഉപദേശം, എന്റെ നടപ്പ്, എന്റെ സ്നേഹം, എന്റെ സഹിഷ്ണുത, എന്റെ വിശ്വാസം, ഇവയെല്ലാം നീ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ താൻ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് പറയുകയാണ്. അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും ഞാൻ എന്തെല്ലാം കഷ്ടം സഹിച്ചു എന്ന്, എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും നീ കണ്ടറിഞ്ഞിരിക്കുന്നു. സോ ഹി വാസ് എൻ ഐ വിറ്റ്നസ്, ഒരു കണ്ടറിഞ്ഞ വ്യക്തിയായിരുന്നു തിമോഥെയോസ്. പൗലോസ് ഈ അന്ത്യോക്യ എന്ന് പറയുന്നത് സിറിയയിലെ അന്ത്യോക്യയെ കുറിച്ചല്ല പറയുന്നത്.
പൗലോസ് പറയുന്നത് പിസിദ്ധ്യയിലെ അന്ത്യോക്യയെ കുറിച്ചാണ്. പൗലോസിന്റെ ഒന്നാം മിഷണറി യാത്രയിലും രണ്ടാം മിഷണറി യാത്രയിലും പൗലോസ് ഈ സ്ഥലങ്ങളിലെല്ലാം, ആദ്യം ഈ സ്ഥലങ്ങളിൽ ഒന്നാം മിഷണറി യാത്രയിൽ കടന്നു ചെന്നു. പിന്നീട് രണ്ടാം മിഷണറി യാത്രയിലും അവിടെയുള്ള വിശ്വാസികളെ കണ്ട് ഉറപ്പിച്ച ശേഷമാണ് പിന്നീട് മറ്റ് പുതിയ സ്ഥലങ്ങളിലേക്ക് പോയത്. ഇവിടെ അന്ത്യോക്യയെ കുറിച്ച് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 50-ാമത്തെ വാക്യം നോക്കിയാൽ, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലാണ് മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ അവരെ പെർഗയിൽ വെച്ച് വിട്ടുപിരിഞ്ഞ ശേഷം പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പമ്പുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ ശേഷം പൗലോസും ബർന്നബാസും കൂടെ പെർഗയിൽ നിന്ന് പുറപ്പെട്ട പിസിദ്ധ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി. ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. അപ്പോ ആ ശബത്തിൽ അവിടെ നടന്ന ശുശ്രൂഷയാണ് പിന്നീട് പൗലോസിന്റെ പ്രസംഗവുമാണ് 13-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം മുതൽ 43-ാമത്തെ വാക്യം വരെ നാം വായിക്കുന്നത്. ആദ്യത്തെ ശബത്തിലെ ശുശ്രൂഷ. എന്നാൽ പിറ്റേ ശബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾക്കുവാനായിട്ട് വന്നു. അപ്പോഴത്തേക്ക് ഒരു ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് യഹൂദന്മാര് വളരെ ശക്തിയായ എതിർപ്പുമായി, അവർക്ക് അസൂയ ഉണ്ടായി. ഇത്രയധികം ആളുകള് പൗലോസ് പറയുന്നത് കേൾക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ വന്നുകൂടി യഹൂദന്മാരെ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അങ്ങനെ പൗലോസ് എന്നാൽ അവിടെ പിന്നെയും ദൈവവചനം പറയുന്നു, നിങ്ങളോട് ആദ്യം പറയേണ്ടത് ആവശ്യമായിരുന്നു, ഇപ്പോൾ നിങ്ങൾ അത് യഹൂദന്മാരെ തള്ളിക്കളയുന്നത് കൊണ്ട് ഞാൻ ജാതികളിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞു. ജാതികള് പലരും കേട്ട് വിശ്വസിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. കർത്താവിന്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. പൗലോസിന്റെ ഒരു 2 ആഴ്ചത്തെ മിനിസ്ട്രി വലിയൊരു കൊയ്ത്ത് അവിടെ ഉളവാക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ 50-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിന്റെയും ബർന്നബാസിന്റെയും നേരെ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോനിയിലേക്ക് പോയി. സോ ദേ വർ കിക്ക്ഡ് ഔട്ട് ഓഫ് ദ സിറ്റി. അവരെ പുറത്താക്കി കളഞ്ഞു. ഒരു വലിയ അനുഗ്രഹം അവിടെ ഉണ്ടായപ്പോൾ, അനേകരെ വിശ്വസിച്ചപ്പോൾ യഹൂദന്മാരെ ജനക്കൂട്ടത്തെ ഇളക്കി അന്ത്യോക്യയിൽ നിന്ന് അവരെ പുറത്താക്കി കളഞ്ഞു. അപ്പൊ അവരവിടെ നിന്ന് പിന്നീട് പുറപ്പെട്ടു പോയത് അവര് ഇക്കോന്യയിലേക്ക് പോയി. ഇക്കോന്യയിൽ ചെന്നപ്പം അവിടെ എന്താ സംഭവിച്ചത്? അവിടെയും അനേകം അത്ഭുതങ്ങൾ സംഭവിച്ചു. അനേകരെ വിശ്വസിക്കുവാനായിട്ട് ഇടയായി. എന്നാൽ 4-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി അവരെ അവമാനിപ്പാനും കല്ലെറിയുവാനും ജാതികളും യഹൂദന്മാരും അവിടുത്തെ പ്രമാണികളോടുകൂടെ ഒരു അക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ച് ലുസ്ത്ര, ദർബ എന്ന ലുക്കവോന്യം പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്കും ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു. അപ്പൊ കുറച്ചു കാലം അവിടെ ഇക്കോന്യയിൽ താമസിച്ച് പ്രവർത്തിച്ചു. മറ്റിടത്തുനിന്ന് പിസിദ്ധ്യയിലെ അന്ത്യോക്യയിൽ നിന്ന് അവരെ പുറത്താക്കി. എന്നാൽ ഇക്കോന്യയിൽ വന്ന് കുറച്ചുനാൾ പ്രവർത്തിച്ചു. എന്നാൽ അവിടെയും വലിയ പ്രയാസങ്ങൾ ഉണ്ടായി. കല്ലെറിയാനും അവമാനിപ്പാനും ആളുകൾ തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് ലുസ്ത്രയിലേക്ക് പോയി. അവിടെ നിന്ന് ലുസ്ത്രയിൽ ചെന്നപ്പോഴാണ് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ, ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരു മനുഷ്യനെ സൗഖ്യമാക്കുകയും പൗലോസിനെ ബുധനെന്നും ബർന്നബാസിനെ ഇന്ദ്രനെന്നും പേര് വിളിച്ച് അവരുടെ അടുക്കലെ യാഗം കഴിക്കാനായിട്ടൊക്കെ ആ ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതന്മാർ ചെല്ലുകയും ഒക്കെ ചെയ്ത് പൗലോസ് തടയുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും മുമ്പ് പ്രസംഗിച്ച 2 പട്ടണങ്ങളിൽ നിന്നും, അതായത് 19-ാമത്തെ വാക്യം 19 മുതലുള്ള വാക്യം, അപ്പോസ്തല പ്രവൃത്തി 14-19 മുതൽ, എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും വന്നും യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറി. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. അവിടെ പൗലോസിന് വലിയൊരു പീഡനം നേരിടുകയാണ്. ഇക്കോന്യയിൽ വെച്ച് കല്ലെറിയാൻ ഭാവിച്ചതേ ഉള്ളൂ, അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. പക്ഷേ ഇവിടെ ലുസ്ത്രയിൽ വന്നപ്പോൾ, തീമത്തിയോസ് ലുസ്ത്രക്കാരന്, അവിടെ വെച്ച പൗലോസിനെ കല്ലെറിഞ്ഞിട്ട്
അവർ ഈ ബോഡി പരിശോധിച്ചപ്പോൾ പൗലോസ് മരിച്ചതായിട്ടാണ് അവർക്ക് മനസ്സിലായത്. അവരപ്പം പൗലോസിനെ ഇഴച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാല് ട്രാക്ഡ് ഹിസ് ബോഡി, അവന്റെ ശരീരം വലിച്ച് ഇഴച്ച് പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചപ്പോൾ വിശ്വാസികളായ ശിഷ്യന്മാർ അവന്റെ ചുറ്റും നിന്നു. ചുറ്റി നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോടുകൂടെ ദെർബയ്ക്ക് പോയി. അപ്പൊ ഈ ചുറ്റും നിന്നവരുടെ കൂട്ടത്തിൽ തിമോഥെയോസും ഉണ്ടായിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ വിഷയങ്ങളെല്ലാം വിശുദ്ധയിലെ അന്ത്യോക്യയിൽ സംഭവിച്ചതും ഇക്കോന്യയിൽ സംഭവിച്ചതും ലുസ്ത്രയിൽ സംഭവിച്ചതും എല്ലാം തിമോഥെയോസ് അറിഞ്ഞ്, അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ഇക്കോന്യയിലും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും നീ കണ്ടറിഞ്ഞതാണെന്ന് തിമോഥെയോസിനോട് പറയുവാനായിട്ട് കാര്യം. അപ്പോ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ കഷ്ടതയെല്ലാം തന്നെ താൻ സുവിശേഷത്തിനായിട്ടാണ് ഇത് സഹിച്ചത്. സ്വന്തം മറ്റെന്തെങ്കിലും ഒരു ദുഷ്പ്രവർത്തിക്കാരനായിട്ടല്ല, എന്നാൽ സുവിശേഷത്തിനായിട്ട് ഈ കഷ്ടം സഹിച്ചു. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ വ്യക്തിയാണ് തിമോഥെയോസ്. ആ തിമോഥെയോസിനോട് ഇപ്പൊ ഏതാണ്ട് 20 വർഷങ്ങൾക്കപ്പുറം പൗലോസ് റോമയിലെ മാമർട്ടൈൻ ഡെഞ്ചിയൻ എന്ന് പറയുന്ന വലിയ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ അവിടെ 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു, ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീ നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. ചില ദിവസങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ ചില കുറച്ച് സമയത്തിനപ്പുറം പൗലോസ് ശിരച്ഛേദം ചെയ്ത് കൊല്ലപ്പെടും എന്നേറെക്കുറെ തീർച്ചയായിരിക്കുമ്പോഴാണ് പൗലോസ് ഈ കത്ത്, തന്റെ അവസാനത്തെ കത്ത് തിമോഥെയോസിന് എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുവാൻ പോകുന്നു. നീ എനിക്ക് സംഭവിച്ച കഷ്ടതയും ഞാൻ അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ചതും കല്ലേറ് കൊണ്ടതും എല്ലാം നീ നേരിട്ട് കണ്ടറിഞ്ഞ വ്യക്തിയാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു സുവിശേഷകൻ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിങ്കിൽ താൻ ഏറ്റവും സ്നേഹിച്ച, തന്റെ ശുശ്രൂഷ മൂലം വിശ്വാസത്തിലേക്ക് വന്ന തിമോഥെയോസിനെ ഇത് ഓർപ്പിക്കുമ്പോൾ പൗലോസ് ഏത് മാതൃകയാ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനുള്ള. കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞ പോലെ 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് പറയുന്നു, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കും. അപ്പൊ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്കൊരു കഷ്ടം ഈ ലോകത്തിലുണ്ട്. അത് തുടർന്ന് താഴോട്ട് വരുമ്പോഴും പറയുന്നുണ്ട്. ഞാൻ അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടവും എല്ലാം നീ കണ്ടറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. ഈ അവസരത്തിലും പൗലോസിന് പറയുവാനായിട്ടുള്ളത്, കഴിഞ്ഞ കാലങ്ങൾ എന്നെ വിടുവിച്ച കർത്താവിനെ കുറിച്ച്. ഇന്നേറെക്കുറെ തീർച്ചയാണ് താൻ കൊല്ലപ്പെടുമെന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു തവണ കല്ലേറ് കൊണ്ട് മരിച്ചെന്ന് വിചാരിച്ച് വലിച്ചഴിച്ചപ്പോൾ പൗലോസ് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു, 1 കുറയാ 40 അടി 5 വട്ടം കൊണ്ടു, ഒരിക്കൽ കോലിനാൽ അടി കൊണ്ടു. ഇതെല്ലാം കഷ്ടതകൾ വിവരിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരിക്കൽ ഞാൻ കല്ലേറ് കൊണ്ടു. അപ്പൊ കല്ലേറേറ്റ് മരിച്ചു കിടന്ന തന്നെ അവിടെ നിന്ന് ജീവൻ തന്ന് വിടുവിച്ചതായിട്ടുള്ള കർത്താവിനെ കുറിച്ച് ഇപ്പോഴും പൗലോസ് ഈ റോമയിലെ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ഓർക്കുകയാണ്. അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. അപ്പൊ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതിൽ നിന്നും എന്നെ വിടുവിപ്പാൻ ഈ കർത്താവ് മതിയായവന്. ഇപ്പോഴ് ഞാൻ നീറോ കൈസറുടെ അറസ്റ്റിൽ ഈ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ ഇതിൽ നിന്നും എന്നെ വിടുവിപ്പാനായിട്ട് എന്റെ കർത്താവ് മതിയായവന്. എന്നാൽ പൗലോസിന് അറിയാം, ഇല്ല, തന്റെ ശുശ്രൂഷ തീർന്നു. ഇവിടെ വെച്ച് താന് ഈ 4-ാം അധ്യായം വായിക്കുമ്പോഴേ നമുക്കത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. തീർന്നു എന്ന് അറിയാം. എന്നാൽ പൗലോസ് ഈ കഷ്ടതയെ കുറിച്ച് പിന്നെ പറയുന്നത്, എന്നാൽ ക്രിസ്തു യേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അത് വേദപുസ്തകം ആവർത്തിച്ചു പറയുന്നതായിട്ടുള്ള ഒരു തത്വമാണ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസിന് വ്യക്തമായിട്ട് അറിയാം, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ, സുവിശേഷ വേലയിൽ അനേകരെ കർത്താവിന്റെ പക്ഷത്തേക്ക് വരുമ്പോൾ അതിനെ എതിർക്കുന്ന പിശാച് അനേകരെ ഇളക്കി വിട്ട് വലിയൊരു പീഡനം ഉണ്ടാകുമെന്ന് പൗലോസ് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ
17-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇപ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2:17. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ പാനീയാഗം എന്ന വാക്ക്, ഡ്രിങ്ക് ഓഫറിങ്, യാഗം കഴിച്ചിട്ട് വീഞ്ഞ് മറ്റും യാഗപീഠത്തിന് ചുറ്റും ഒഴിക്കുന്ന ഒരു യാഗത്തെയാണ് പാനീയാഗം എന്ന് പറയുന്നത്. ഭോജനയാഗമുണ്ട്, പാനീയാഗമുണ്ട്, ഹോമയാഗം, ദഹനയാഗം ഒക്കെ ഉണ്ടെങ്കിലും ഈ യാഗം എന്ന് പറയുന്ന വീഞ്ഞ് അല്ലെങ്കിൽ അതുപോലെ ഒരു ദ്രാവകം യാഗപീഠത്തിന് ചുറ്റും ഒഴിക്കുന്നത് പോലെ പൗലോസ് പറയുകയാണ്, എൻ്റെ ജീവിതം ഈ യാഗപീഠത്തിന്മേൽ ഒഴിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. ഈ യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പൗലോസ് പറയുന്ന യാഗം എന്താണ്? നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുന്ന യാഗമെന്ന ശുശ്രൂഷ. അനേകര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, പൗലോസ് സുവിശേഷം പ്രസംഗിച്ച് അനേകര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ പൗലോസ് ഒരു യാഗം അർപ്പിക്കുകയാണ്. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നോക്കിയാൽ, പഴയ നിയമകാലത്ത് മൃഗങ്ങളെയൊക്കെ യാഗം കഴിക്കുമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലെ യാഗം നമുക്കറിയാം, അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. മാത്രവുമല്ല, ആത്മീയ യാഗം കഴിക്കാൻ തക്ക പുരോഹിത വർഗമാകേണ്ടതിനാണ് ദൈവത്തിന്റെ സഭയെ, വിശുദ്ധന്മാരെ പണിയുന്നതെന്നും പറയുന്നുണ്ട്. അപ്പൊ ആത്മീയ യാഗത്തിന്റെ കൂട്ടത്തിൽ ഒരു യാഗത്തെ കുറിച്ചാണ് റോമാലേഖനം 15:15 പറയുന്നത്. ആ യാഗം എന്താണ്? എങ്കിലും ജാതികൾ എന്ന വഴിപാട് അല്ലെങ്കിൽ ജാതികൾ എന്ന യാഗം പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരുവാൻ ഞാൻ ദൈവത്തിന്റെ സുവിശേഷ ഘോഷണം പുരോഹിതനായി അനുഷ്ഠിച്ചുകൊണ്ട് ജാതികളിൽ ക്രിസ്തു യേശുവിന്റെ ശുശ്രൂഷക്കാരനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ നിമിത്തം നിങ്ങളെ ഓർമ്മപ്പെടുത്തും വണ്ണം ഞാൻ ചിലയിടത്ത് അതിധൈര്യമായി നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അതൊരു വലിയ നീണ്ട സെന്റൻസ് ആണ്. എങ്കിലും അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, ജാതികൾ എന്ന വഴിപാട് പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പ്രസാദകരമായി തീരണമെങ്കിൽ ഞാനൊരു പുരോഹിതനായി സുവിശേഷ ഘോഷണം അനുഷ്ഠിക്കണം. ജാതികളിൽ ക്രിസ്തുയേശുവിന്റെ ശുശ്രൂഷ. അനേക ജാതികൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കേണ്ടതിന് ഞാനൊരു പുരോഹിത ശുശ്രൂഷ ചെയ്യുകയാണ്. ഈ ജാതികൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തീരുകയാണ്. പ്രിയമുള്ളവരെ, സുവിശേഷ ഘോഷണത്തെ കുറിച്ച് നാം വ്യക്തമായിട്ട് മനസ്സിലാകുമ്പോൾ, ദൈവത്തിന് ഒരാത്മാവിനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നാം ഒരു യാഗം കഴിക്കുക. പഴയ നിയമകാലത്ത് ദഹനയാഗവും ഹോമയാഗവും പാനീയാഗവും ഒക്കെ കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് നാം കഴിക്കുന്ന ഒരു യാഗം എന്ന് പറയുന്നത് ഒരാത്മാവിനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത് സുവിശേഷ ഘോഷണം നടത്തുമ്പോഴാണ്. പക്ഷെ അങ്ങനെ സുവിശേഷ ഘോഷണം നടത്തുമ്പോൾ അവിടെ ഈ സുവിശേഷ ഘോഷണം നടത്തുന്ന വ്യക്തി തന്നെ ഒരു യാഗമായിട്ട് തീരുക. ജാതികൾ അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വരുന്നവർ ഒരു യാഗമായി തീരുന്നു. എന്നാൽ അതേ സമയം തന്നെ ഈ സുവിശേഷ ഘോഷണം നടത്തുന്ന വ്യക്തിയും, സുവിശേഷ ഘോഷണം മൂലം ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ അത് ദൈവവിശ്വാസത്തിലേക്ക് ആ വ്യക്തി വരുവാൻ ദൈവം ഉപയോഗിച്ചവരുടെ രക്തവും അവിടെ ചിലപ്പോൾ ചിന്തേണ്ടി വരും. നമുക്കറിയാം, അനേകര് സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട്. അപ്പോ അവര് ഒരു യാഗം കഴിക്കുക. ആ യാഗം ഒരു ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരുടെ രക്തം ചിന്തുന്ന ഒരു ശുശ്രൂഷ. ഇവിടെ പൗലോസ് അനേക വർഷത്തെ സുവിശേഷ വേലയിൽ എത്രയോ തവണ തന്റെ രക്തം ചിന്തി. ഫിലിപ്പിയിൽ വെച്ച് വളരെ അടി കൊണ്ട് തന്റെ ശരീരം മുഴുവൻ പൊട്ടി രക്തം വാർന്നൊലിച്ച് പൗലോസും ശീലോസും കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ അവരവിടെയും പാടി ദൈവത്തെ സ്തുതിച്ചു. അവരുടെ രക്തം അന്ന് ആ കാരാഗ്രഹത്തിൽ ചിന്തിയത് കൊണ്ട്, അവിടെ ഫിലിപ്പിയിൽ ചിന്തിയത് കൊണ്ടാണ് യൂറോപ്പിലേക്ക് സുവിശേഷം കടന്നു ചെല്ലുവാൻ, വ്യാപിപ്പാൻ കാരണമായി തീർന്നത്. പൗലോസിന്റെയും ശീലാസിന്റെയും രക്തം അവിടെ പാനീയാഗമായി ഒഴിക്കപ്പെട്ടു. ഫിലിപ്പയിൽ അങ്ങനെയാണ് ആദ്യമായി യൂറോപ്പിലേക്ക് സുവിശേഷം കടന്നത്. അങ്ങനെ ആ കാരാഗ്രഹത്തിൽ അവര് ആ രക്തം വാർന്നൊലിക്കുന്ന ശരീരത്തോടുകൂടെ അവരുടെ കാലാമത്തിലിട്ട് പൂട്ടി കൈകളിൽ ചങ്ങലയും ധരിച്ചുകൊണ്ട് അവര് ദൈവത്തെ പാടി സ്തുതിച്ചു. അപ്പോഴാണ് രാത്രിയിൽ അവിടെ ഭൂകമ്പം ഉണ്ടാകും. ഭൂകമ്പം ഉണ്ടാകുമ്പോഴാണ് കാരാഗ്രഹ പ്രമാണി കുടുംബവും
രക്ഷിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വരുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് പറയുവാനായിട്ടുള്ളത്, സുവിശേഷ ഘോഷണം നടത്തുമ്പോൾ നാം ഒരു യാഗം കഴിക്കുക. ആ യാഗത്തിൽ എപ്പോഴും രക്തം ചിന്തേണ്ടി വരണമെന്നില്ല. എന്നാൽ രക്തം ചിന്തേണ്ടി വന്നാലും പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. അങ്ങനെ ഒരു സമർപ്പണത്തോടുകൂടെ കർത്താവിനെ അറിയിക്കുവാനായിട്ട്, സുവിശേഷ വേലയ്ക്കായിട്ട് പോകുന്നവരുടെ രക്തം ചിന്തേണ്ടി വരുന്ന ഒരവസ്ഥയിൽ, എന്നാൽ ആ രക്തത്തിൽ നിന്ന് അനേക വിശ്വാസികള് കർത്താവിങ്കിലേക്ക് വരുവാൻ കാരണമായി തീരും. അതുകൊണ്ടാണല്ലോ തെർത്തുല്യൻ എന്ന് പറയുന്ന ആദിമ സഭയിലെ സഭാപിതാവ് പറഞ്ഞിരിക്കുന്നത്, ദ ബ്ലഡ് ഓഫ് ദ മാർട്ടിയേഴ്സ് ഈസ് ദ സീഡ് ഓഫ് ദ ചർച്ച്. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താകുന്നു. ഗ്രഹാം സ്റ്റെയിൻസിന്റെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും രക്തം മനോഹർപൂരില് വീണപ്പോൾ നാം എത്ര പേര് വിശ്വാസത്തിലേക്ക് വന്നു എന്ന് നാം മനസ്സിലാക്കുന്നില്ലെങ്കിലും ലോകമെമ്പാടും അത് അനേക ജീവിതങ്ങളെ സ്പർശിച്ചു. അവരുടെ രക്തം അവിടെ പാനീയാഗമായി, ഒരു പാനീയാഗമല്ല, അവര് തീ കത്തിക്കപ്പെടുകയായിരുന്നല്ലോ, അവരവിടെ ദഹനയാഗമായി തീരുകയായിരുന്നു. എന്നാൽ ലോകമെമ്പാടും അനേക ജീവിതങ്ങളെ അത് സ്പർശിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അങ്ങനെ വിശ്വസിക്കുവാനും കഴിയും. കാരണം പൗലോസ് പറയുന്ന അതാണ്, നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. ഇവിടെ പൗലോസ് ജയിലിൽ മരണം കാത്ത് കഴിയുമ്പോൾ പണ്ട് നേരിട്ട കഷ്ടങ്ങളിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചത് താൻ ഓർത്തെടുക്കുകയാണ്. എന്നാൽ തീമോഥെയോസിനോട് പറയുകയാണ്, അതിലെല്ലാറ്റിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. എന്നാൽ ഈ പ്രാവശ്യം തന്റെ രക്തം ഒഴിക്കേണ്ടി വരുമെന്ന് മിക്കവാറും പൗലോസിന് നിശ്ചയമായിരുന്നു. എന്നാൽ തന്നെ ആ സമയത്തും പൗലോസ് ഹി വാസ് ഇൻ കംപ്ലീറ്റ് പീസ്, പൂർണ്ണ സമാധാനത്തിലായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ്? തൻ്റെ തല ഛേദിക്കപ്പെടും, അല്ലെങ്കിൽ അല്പ ദിവസങ്ങൾക്കകം തന്റെ വധശിക്ഷ നടപ്പാക്കും എന്ന് മനസ്സിലാക്കുമ്പോഴും പൗലോസ് പറയുകയാണ്, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. ഒരു പൂർണ്ണ സമാധാനം പൗലോസിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ഈ വാക്കുകളിൽ നിന്ന്, കാരണം പണ്ട് ലഭിച്ച വിടുതലുകളെ ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ, മരണത്തെ മുഖാമുഖം കാണുമ്പോൾ താൻ പറയും. ദൈവമക്കൾക്ക് ലഭിക്കുന്ന വലിയൊരു സമാധാനമാണ്. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്നാൽ അതിന്റെ മുമ്പിലത്തെ അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകും. ലോകം തരുന്നത് പോലെ മരണത്തെ മുഖത്തോട് മുഖം കാണുമ്പോഴും ഉണ്ടാകുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ വലിയ കഷ്ടതയുടെയും വലിയ ദുരന്തങ്ങളുടെയും നടുവിൽ ദൈവമക്കൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള സമാധാനം. ഇംഗ്ലീഷിലെ മനോഹരമായ ഒരു പാട്ടുണ്ട്, പീസ് ഫ്ലോയിങ് ലൈക്ക് എ റിവർ എന്നാണ്. വെൻ പീസ് ലൈക്ക് എ റിവർ ഫ്ലോയിങ് ലൈക്ക് എ റിവർ എന്നാണ് ആ പാട്ട് ആരംഭിക്കുന്നത്. ആ പാട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, നദീ തുല്യം ശാന്തി വരട്ടൻ വഴി, ഖേദങ്ങൾ തല്ലട്ടോളം പോൽ, എന്താകിലും എൻ വഴി കാണിച്ചേശു, ക്ഷേമം താൻ ക്ഷേമം എൻ ദേഹിക്ക് എന്നാരംഭിക്കുന്ന ഒരു മലയാള ഗാനം. ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ എന്ന് പറയുന്ന ഗാനം എഴുതിയത് ഹൊറേഷ്യോ എസ് സ്പാഫോർഡ് എന്ന് പറയുന്നതായിട്ടുള്ള ചിക്കാഗോയില് ജീവിച്ചിരുന്ന ഒരു ലോയറാണ്, ഒരു വക്കീലാണ്. അദ്ദേഹം മൂഡിയുടെയും സാങ്ക്യുടെയും ഒക്കെ വളരെ അടുത്ത സ്നേഹിതനായിരുന്നു. വലിയ സുവിശേഷകരായിരുന്ന മൂഡിയും അദ്ദേഹത്തോടുകൂടെ പാട്ടുകളൊക്കെ പാടിയ സാങ്ക്യുടെയും സ്നേഹിതനായിരുന്നു. ഒരിക്കല് മിസസ് സ്പാഫോർഡിന്റെ ഭാര്യയ്ക്ക് എന്തൊക്കെയോ രോഗങ്ങൾ വന്നപ്പോൾ അവരെ ചികിത്സിക്കുന്ന അവരുടെ കുടുംബ ഡോക്ടർ പറഞ്ഞു, നിങ്ങളെ കുടുംബമായിട്ട് യൂറോപ്പിലേക്ക് ഒരു ടൂർ പോകണമെന്ന് അവരോട് പറഞ്ഞു. അവരുടെ ആരോഗ്യം കുറച്ചുകൂടെ ഒക്കെ വീണ്ടെടുക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുടുംബമായിട്ട് കപ്പലില് ഇംഗ്ലണ്ടിലേക്ക് യൂറോപ്പിലേക്ക് പോകുവാൻ, യൂറോപ്യൻ പര്യടനത്തിന് പോകുവാൻ കപ്പലൊക്കെ ബുക്ക് ചെയ്തു. സ്പാഫോർഡും ഭാര്യയും 4 പെൺമക്കളും കൂടി. എന്നാൽ അവസാന നിമിഷം സ്പാഫോർഡിന് ചില ബിസിനസ് ആവശ്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇവരോടുകൂടെ പോകുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പെൺമക്കളോടുകൂടെ ഈ ഭാര്യയെയും താൻ യൂറോപ്പിലേക്ക് അയച്ചു. എന്നാൽ അവർ യാത്ര ചെയ്തിരുന്ന കപ്പല്
മറ്റൊരു കപ്പലുമായിട്ട് കൂട്ടിയിടിച്ച് 1873 നവംബറിൽ അവര് യാത്ര ചെയ്തിരുന്ന കപ്പല് അപകടത്തിൽപ്പെട്ട് മുങ്ങി. ആ കപ്പലിൽ ഉണ്ടായിരുന്ന സ്പാഫോർഡിന്റെ ഭാര്യയെ 4 പെൺമക്കളും ഉണ്ടായിരുന്നു. അതിൽ 4 പെൺമക്കളും മുങ്ങി മരിച്ചു. സ്പാഫോർഡിന്റെ ഭാര്യ മാത്രം രക്ഷപ്പെട്ടു. സ്പാഫോർഡിന്റെ ഭാര്യ രക്ഷപ്പെട്ട് യൂറോപ്പിലെത്തിയ ശേഷം സ്പാഫോർഡിന് ഒരു മെസ്സേജ് അയച്ചു, സേവ്ഡ് എലോൺ, ഞാൻ മാത്രം രക്ഷപ്പെട്ടു എന്നൊരു മെസ്സേജ് അയച്ചു. ഇത് കേട്ട് സ്പാഫോർഡ് അടുത്ത കപ്പലിൽ പിന്നീട് യൂറോപ്പിലേക്ക് ഭാര്യയെ കാണുവാനായിട്ട് പുറപ്പെട്ട് അറ്റ്ലാന്റിക് സമുദ്രം കടന്നു പോകുമ്പോൾ തന്റെ മക്കള് 4 പേരും മുങ്ങി മരിച്ച അപകടം ഉണ്ടായ സ്ഥലത്ത് ഈ കപ്പലെത്തിയപ്പോൾ, താൻ സഞ്ചരിച്ച കപ്പലെത്തിയപ്പോൾ അദ്ദേഹം എഴുതിയ പാട്ടാണ് പീസ് ഫ്ലോയിങ് ലൈക്ക് എ റിവർ ആൻഡ് ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ. അവിടെ ഓളങ്ങള് ഇങ്ങനെ ഖേദങ്ങൾ, സോറോസ് ലൈക്ക് സീ ബിലോസ് റോൾ, കടലിലെ തിരമാലകൾ പോലെ സങ്കടങ്ങൾ ആർത്തലയ്ക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ നദി പോലെ, നദീ തുല്യം ശാന്തി നിറയുന്നു. എന്റെ ആത്മാവിന് ക്ഷേമം. ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ എന്നാരംഭിക്കുന്ന ആ പ്രസിദ്ധമായ ഗാനം ഹൊറേഷ്യോ സ്പാഫോർഡ് എന്ന് പറയുന്ന ആ മനുഷ്യൻ എഴുതിയതാണ്. പ്രിയമുള്ളവരെ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം സമാധാനം എന്ന് പറയുന്നത് പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ നടുക്കും തനിക്ക് ലഭിക്കുന്നതായിട്ടുള്ള ആ ദൈവിക സമാധാനമാണ്. ഈ സമാധാനം പൗലോസ് അനുഭവിച്ചിരുന്നു. താന് തന്റെ വധശിക്ഷ കാത്ത് കിടക്കുമ്പോൾ, ചില ദിവസങ്ങൾക്കപ്പുറം താൻ വധിക്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തീമോഥെയോസിന് എഴുതുമ്പോൾ പറയുകയാണ്, ഞാൻ അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എല്ലാം എന്തെല്ലാം ഉപദ്രവങ്ങളും കഷ്ടങ്ങളും സഹിച്ചു, നീ അത് കണ്ടറിഞ്ഞതാണല്ലോ. എന്നാൽ കർത്താവ് അതിൽ നിന്ന് എല്ലാറ്റിൽ നിന്നും എന്നെ വിടുവിച്ചു. ഇപ്പോഴും എന്നെ അവൻ വിടുവിക്കുവാൻ ശക്തനാണ്. എന്നാൽ പൗലോസ് എന്ന റോമർക്ക് എഴുതുമ്പോൾ പറയുന്നത് പോലെ, ഞാൻ ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിനുള്ളവൻ. ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായിട്ട് ഞാൻ ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിലും ഞാൻ കർത്താവിനായിട്ട് മരിക്കുന്നു. ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിനുള്ളവൻ തന്നെ എന്ന് പൗലോസിന് പറയുവാനായിട്ട് കഴിഞ്ഞത് ഈ വലിയ സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം തന്റെ ഹൃദയത്തിൽ ആ സമയം ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പ്രിയമുള്ളവരെ, പൗലോസ് അതുകൊണ്ടാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു തത്വം ഇവിടെ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ പറയുന്നു, ഇൻഫാക്ട് എവരി വൺ ഹു വാണ്ട്സ് ടു ലിവ് എ ഗോഡ്ലി ലൈഫ് വിൽ ബി പെർസിക്യൂട്ടഡ്. ഇൻഫാക്ട്, സത്യമായിട്ട് പറയുകയാണ്, ഇതാണ് വസ്തുത. ക്രിസ്തുയേശുവിൽ ദൈവത്തെ അനുസരിച്ച് ഭക്തിയോട് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. പൗലോസ് ഈ കാര്യം താന് മിഷണറി യാത്രയിലെല്ലാം ആവർത്തിച്ചിരുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. മിഷണറി യാത്രയില് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിച്ചാല്, അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തില് പൗലോസ് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. ഈ പട്ടണങ്ങളിൽ നിന്നാണ് പൗലോസിനെ ഓടിച്ചു വിട്ടത്. 1-ാം മിഷണറി യാത്രയുടെ അവസാനം തിരിച്ച് മടങ്ങി അന്ത്യോക്യയിലേക്ക് പോകുന്ന വഴിക്ക് തിരിച്ച് എവിടുന്നെല്ലാം ഓടിച്ചോ കല്ലേറുകൊണ്ടോ ആ പട്ടണങ്ങളിലേക്ക് തിരിച്ച് മടങ്ങിച്ചെന്നു ബർന്നബാസിനോടൊപ്പം. അതുകൊണ്ട് പലരെയും ശിഷ്യരാക്കിയ ശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. They returned to the same cities from which they were thrown out or stoned. അവരെ എറിഞ്ഞു കളഞ്ഞ്, അവരെ കല്ലെറിഞ്ഞ പട്ടണങ്ങളിലേക്ക് അവർ മടങ്ങിച്ചെന്നു. കാരണം അവിടെ വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവരോട് എന്താ പറഞ്ഞത്? വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു. അപ്പൊ പൗലോസ് സുവിശേഷം അറിയിച്ചപ്പം he never gave any false hope to any person. ആർക്കും തെറ്റായ ഒരു പ്രത്യാശയും നൽകിയല്ല. ഇന്ന് പറയുന്ന പോലെ ഇങ്ങോട്ട് പോരെ, വിശ്വാസത്തിലേക്ക് വന്നേര്, നിന്റെ എല്ലാ പ്രശ്നവും മാറും, എല്ലാ കഷ്ടവും മാറും, ഇനി ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, 5 കൊടുത്താൽ 10 കിട്ടും,
10 കൊടുത്താൽ 100 കിട്ടും എന്നൊന്നും പറഞ്ഞല്ല പൗലോസ് വിശ്വാസികളെ സ്ഥിരപ്പെടുത്തിയതും ഉറപ്പിച്ചു നിർത്തിയതും. പൗലോസ് പറയുന്നത് എന്താണ്? നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കണം. കഷ്ടങ്ങളൊക്കെ വരും. എനിക്ക് നേരിട്ട കഷ്ടങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. പൗലോസിനെ ലുസ്ത്രയിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊന്നു എന്ന് വിചാരിച്ച് വലിച്ചിഴയ്ക്കുന്നതൊക്കെ അവർ കണ്ടതാ. അവരോട് പറയുക, ഇത് നിങ്ങൾക്കും വരും, അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. ഇങ്ങനെ അനേകം കഷ്ടങ്ങളിലൂടെ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിലെ കടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇത് പുതിയ നിയമം ആവർത്തിച്ച് ഇന്ന് പറയുന്ന സമൃദ്ധിയുടെയോ അഭിവൃദ്ധിയുടെയോ സുവിശേഷം ഒന്നും അല്ല. ഹെൽത്ത് വെൽത്ത് ഗോസ്പൽ ഒന്നും അല്ല അന്ന് പൗലോസ് പ്രസംഗിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം ദൈവത്തിന്റെ ഹിതം ഒരു വ്യക്തിയെക്കുറിച്ച് എന്താണോ അത് അവന്റെ ജീവിതത്തിൽ നടപ്പാകണം. അതിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം എന്നുള്ളതായിരുന്നു പൗലോസ് എപ്പോഴും മറ്റുള്ളവരെ അറിയിച്ചിരുന്നതായിട്ടുള്ള തന്റെ ഉപദേശം എന്ന് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തില്, മത്തായി 10:22 നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, പക്ഷെ അവസാനത്തോളം സഹിച്ചു നിൽക്കണം. പകയും കഷ്ടതയും ഉള്ള ഈ ലോകത്തിൽ വിശ്വാസത്തിലേക്ക് വന്നൊരു ദൈവ പൈതലിനെ എല്ലാവരും പകയ്ക്കും. പൗലോസ് ലുസ്ത്രയിലും ഇക്കോന്യയിലും അന്ത്യോക്യയിലും മടങ്ങിച്ചെന്നവരോട് പറഞ്ഞ അതാണ്. ഒരുപക്ഷെ പൗലോസിന് ലഭിച്ച കഷ്ടതയൊക്കെ കണ്ട് പലരും ഈ ഇത്രയും എതിർപ്പുള്ള ഒരു വിശ്വാസമാണെങ്കിൽ സ്വീകരിക്കേണ്ട എന്ന് ചിലരെങ്കിലും ചിന്തിച്ചു കാണും. എന്നാൽ അവരുടെ അടുക്കലേക്ക് മടങ്ങിച്ചെന്ന് പറയും, നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് എടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് എടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും. ലോകം എന്നെ പകച്ചുവെങ്കിൽ നിങ്ങളെയും പകയ്ക്കും. കർത്താവ് പലപ്പോഴും പറഞ്ഞു, എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. 1 പത്രോസ് 4:12 പത്രോസ് അപ്പോസ്തലനും ഈ കാര്യം തന്നെയാണ് പറയുന്നത്. 1 പത്രോസ് 4:12 പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകും. പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ, വിശ്വാസിക്ക് ചിലപ്പോൾ അഗ്നിശോധന, തീയിൽ കൂടി കടന്നു പോകുന്ന പോലെയുള്ള തീച്ചൂളയുടെ അനുഭവം ഉണ്ടാകും. എന്നാൽ അത് ഒരു അപൂർവ കാര്യം വന്നു എന്ന് വെച്ച് നിങ്ങൾ അതിശയിച്ചു പോകും. ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ കാര്യം നമുക്കറിയാമല്ലോ. നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തെ വണങ്ങിയിരുന്നെങ്കിൽ അവരെ തീച്ചൂളയിൽ ഇടുകയില്ലായിരുന്നു. എന്നാൽ അവർ നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തെ വണങ്ങാഞ്ഞത് കൊണ്ട് ചൂള 7 മടങ്ങ് ചൂട് കൂട്ടി തീയിലേക്കിട്ടു. ഈ ലോകം എപ്പോഴും വിശ്വാസിക്ക് യോഗ്യമല്ല. വിശ്വാസിക്ക് ചൂട് വളരെ കൂട്ടി പിശാച തീച്ചുള്ളയിലൂടെ നമ്മുടെ വിശ്വാസത്തെ തകർത്ത് കളയുവാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് യോഹന്നാൻ 16:33 കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതുകൊണ്ട് കഷ്ടമില്ലെന്ന് പറഞ്ഞ് ആളുകളെ കൂട്ടുന്ന ആളുകൾ സത്യം മറച്ചു വെച്ചുകൊണ്ട് മിഥ്യയായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വിശ്വാസത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നവും ബുദ്ധിമുട്ടോ കഷ്ടതയോ ഉണ്ടാകുകയില്ല എന്ന് ആരെങ്കിലും പ്രസംഗിക്കുന്നെങ്കിൽ, അങ്ങനെ പ്രസംഗിക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ടിവിയിലും ഒക്കെ അനേകര് അത്തരം പ്രസംഗങ്ങളുടെ പിന്നാലെ കൂടുന്നതിന്റെ കാരണം കഷ്ടതയിൽ നിന്നുള്ള ഒരു വിടുതൽ ലഭിക്കുവാൻ മാത്രമാണ്. എന്നാൽ വിശ്വാസത്തിലേക്ക് വരുന്നവർക്കും കഷ്ടതകൾ ഉണ്ടാകും, വിശ്വാസത്തിന്റെ പരിശോധന ഉണ്ടാകും. സാത്താൻ തീച്ചുള്ളയുടെ ചൂട് 7 മടങ്ങ് കൂട്ടും. എന്നാൽ തീച്ചുള്ളയുടെ നടുവിൽ 4-മനായി ഇറങ്ങി വരുന്ന കർത്താവ് വിടുവിക്കും. എന്നാൽ ചിലപ്പോൾ അനേകര് കർത്താവിനെ അറിയേണ്ടതിനു വേണ്ടി രക്തം ഒഴിക്കേണ്ടി വന്നാലും പൗലോസ് പറയുന്നത് പോലെ ഞാൻ സന്തോഷിക്കും. ജീവിച്ചാലും മരിച്ചാലും
നാം കർത്താവിനുള്ളവരാ. മരിക്കുന്നെങ്കിൽ കർത്താവിനായി മരിക്കുന്നു, ജീവിക്കുന്നുവെങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, സമൂഹത്തില് ഒറ്റപ്പെടലുകളും നേരിടേണ്ടി വരും. ഇവിടെ പറയുന്നു, ക്രിസ്തുയേശുവിൽ ഭക്തിയോട് ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. അടുത്ത വാക്യം പറയുന്നു, ദുഷ്ട മനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അന്ത്യകാലത്തിന്റെ വേറൊരു ലക്ഷണമാണ് ദുഷ്ട മനുഷ്യരും മായാവികളും. ഈവിൾ മെൻ ആൻഡ് ഇമ്പോസ്റ്റേഴ്സ് എന്നാ പറയും. ഈവിൾ മെൻ ആൻഡ് ഇമ്പോസ്റ്റേഴ്സ്. ഈവിൾ മെൻ എന്ന് പറയുന്നത് പരസ്യമായി കർത്താവിനെ എതിർക്കുന്നവരാണ് ഈവിൾ മെൻ. ദുഷ്ട മനുഷ്യരെന്ന് പറയും ഒരു പരസ്യമായി കർത്താവിനെ എതിർക്കുന്നവർ. എന്നാൽ ഇവിടെ മായാവികൾ എന്ന് പറയുന്നത് നമുക്ക് ആ വാക്ക് അത്ര പരിചയമില്ല. ഇമ്പോസ്റ്റേഴ്സ് എന്നാ പറയും. എന്ന് പറഞ്ഞാൽ കപട വേഷധാരി, ആൾമാറാട്ടം നടത്തുന്നവർ, അല്ലെങ്കിൽ മറ്റൊരാളായി അഭിനയിക്കുന്നവർ. അവരെന്തോ ചെയ്യും? അവര് വഞ്ചിക്കും. ഭക്തരാണെന്ന് മേളത്തെ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിട്ടുള്ള ആളുകൾ. ഭക്തിയുടെ വേഷം ധരിച്ച് മറ്റൊരാളായി അഭിനയിച്ച് കപടവേഷവുമായിട്ട് വന്ന് വിശ്വാസികളെ വഞ്ചിക്കുന്ന അനേകര് ഈ അന്ത്യകാലത്തുണ്ടാകും. അവര് വഞ്ചിക്കപ്പെടുകയും അനേക വിശ്വാസികള് വഞ്ചിക്കപ്പെടുകയും ചെയ്യും. എന്താണ് സംഭവിക്കുന്നത്? വിശ്വാസികൾക്ക് പലപ്പോഴും ഒരൊറ്റപ്പെടല് നേരിടേണ്ടതായിട്ട് വരും സമൂഹത്തിൽ. ഇങ്ങനെയുള്ളവർ, അങ്ങനെ ലോകത്തോട് ചേർന്ന് പോകുന്നവർക്ക് വലിയ പ്രശ്നമില്ല. എന്നാൽ ലോകത്തിൽ നിന്ന് മാറി ജീവിക്കുവാൻ, ഭക്തിയോട് ജീവിക്കുവാൻ, വിശുദ്ധിയോട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ ലോകം ഒറ്റപ്പെടുത്തും, കൊച്ചാക്കും, നിന്ദിക്കും. പത്രോസ് അപ്പോസ്തലൻ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളെ വായിച്ചാൽ, 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 3-2 മുതലേ നമുക്ക് വായിക്കാം. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അത് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാ. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ പാപം തന്നെ ആയുധമായി ധരിപ്പിൻ. കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോ അതൊരു വിശ്വാസിയുടെ ആയുധം തന്നെയാണ്. കഷ്ടം സഹിക്കുവാൻ കഴിയുന്നത്. പിന്നീട് പറയുന്നു, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിന് അത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. നമുക്കറിയാം എല്ലാ തരം പാപങ്ങളെ കുറിച്ച്. വീഞ്ഞുകുടി, വെറിക്കൂത്ത്, കാമാർത്തികള്, മോഹങ്ങള്, ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന, മദ്യപാനം, ഇതിലൊക്കെ നിങ്ങൾ നടന്നവരാണ്. നിങ്ങൾ അങ്ങനെ കാലം കഴിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, ദുർനടപ്പിന്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ഇവിടെ എന്താ പറയുന്നത്? ദുർനടപ്പിന്റെ അതേ കവിച്ചിൽ അവരോട് ചേർന്ന്. ആരോട് ചേർന്ന? കാമാർത്തികളിലും മോഹങ്ങളിലും വെറിക്കൂത്തുകളിലും വിഗ്രഹാരാധനയിലും വീഞ്ഞുകുടിയിലും മദ്യപാനത്തിലും ഒക്കെ ഇടപെട്ട് നടക്കുന്നവരോട് ചേർന്ന് നിങ്ങൾ നടന്നാൽ നിങ്ങളെ സമൂഹം ഒറ്റപ്പെടുത്തുകയില്ല. ഇന്നത്തെ കാലത്ത് നാം ഒക്കെ ജീവിക്കുന്നത് ഈ സ്ഥലത്ത് നമുക്ക് അങ്ങനെ വേദോസ്തം വായിച്ചെന്നോ പ്രാർത്ഥിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ തെരുക്കോണിൽ നിന്ന് പ്രസംഗിച്ചത് കൊണ്ടോ പള്ളിയിൽ ആരാധനയ്ക്ക് പോയത് കൊണ്ടോ ആരും ഉപദ്രവിക്കുന്നില്ല. എന്നാൽ നോർത്ത് ഇന്ത്യയിലും മറ്റും അതല്ലല്ലോ സ്ഥിതി. അടച്ചിട്ട മുറികളിൽ പോലും ആരാധന നടത്തുമ്പോൾ അവിടേക്ക് സുവിശേഷ വിരോധികൾ കടന്നു വന്ന് അടിക്കുകയും അവരെ ഉപദ്രവിക്കുകയും അവരുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി അവരെ ജയിലിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. അത് നമുക്ക് ഇവിടെ കേരളത്തിൽ അത്രത്തോളം അനുഭവിക്കേണ്ടി ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു വിശ്വാസി എങ്ങനെ പീഡനം നേരിടുന്നത്? ഇവിടെ വിശ്വാസി പീഡനം നേരിടുന്നത് കള്ളു കുടിക്കാൻ കൂടിയില്ലേ പീഡനം നേരിടും.
ലോകത്തിന്റെ മോഹങ്ങളുടെ കൂത്തുകാഴ്ചകൾക്കോ വെറിക്കൂത്തുകൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചേരുന്നില്ലെങ്കിൽ അവൻ ഒറ്റപ്പെടും. അതുകൊണ്ടാ പറഞ്ഞ ദുർനടപ്പിന്റെ അതേ കവിച്ചിലിൽ അവരോട് ചേർന്ന് നടക്കാത്തത് അപൂർവം എന്ന് വെച്ച്. എടാ ഇവൻ മാത്രം എങ്ങനെ ഇങ്ങനെ ഒരുത്തം വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കും. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ആ വാക്യം ഒന്നുകൂടെ വായിച്ചാലേ, 1 പത്രോസ് 4:4 ഇപ്രകാരം, they think it strange that you do not plunge with them into the same flood of dissipation and they heap abuse on you. നിങ്ങളെ അവര് ദൂഷിക്കുമെന്ന്, നിങ്ങളെ അവര് ചീത്ത പറയും. എടാ ഇവൻ മാത്രം എന്നാ ഇങ്ങനെ മാറി നടക്കുന്നത്? ഇച്ചിരി കള്ളു കുടിച്ചാൽ എന്താ കുഴപ്പം? ഇത്തിരി കൈക്കൂലി വാങ്ങിയാൽ എന്താ കുഴപ്പം? ഇത്തിരി ചീത്ത പറഞ്ഞാൽ എന്താ കുഴപ്പം? ഈ കൂത്തുകാഴ്ചയ്ക്ക്, ഈ സിനിമയ്ക്ക്, അല്ലെങ്കിൽ ഇതിന് കൂടിയാൽ, ഇതിനൊന്ന് വന്നാൽ എന്താ കുഴപ്പം? ഇവൻ മാത്രം എന്നാ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്നതെന്ന് വെച്ച് മറ്റുള്ളവർ നിങ്ങളെ ദൂഷിക്കും, നിങ്ങളെ അബ്യൂസ് ചെയ്യും, നിങ്ങൾക്കെതിരെ ദോഷം പറയും. പ്രിയമുള്ളവരെ, ക്രിസ്തുയേശുവിൽ ഭക്തിയോട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം വലിയ പീഡനങ്ങൾ നേരിടേണ്ടി വന്നില്ലെങ്കിലും ഇത്തരം ഒറ്റപ്പെടലുകള് അനുഭവിക്കേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്, ദുർനടപ്പിന്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോടുകൂടെ ചേർന്ന് നടക്കാത്തത് അപൂർവമെന്ന് വെച്ച്, നടക്കാതിരിക്കുന്ന അപൂർവമെന്ന് വെച്ച് അവർ നിങ്ങളെ ദൂഷിക്കും. ഒരു വിശ്വാസിക്ക് സമൂഹത്തിൽ ലോകത്തോട് ചേർന്ന് നടക്കുന്നില്ലെങ്കിൽ അത് ക്രിസ്ത്യാനികൾ എന്ന് പേര് വിളിക്കപ്പെടാത്തവരെ കൊണ്ടുള്ള ദോഷമായിട്ടല്ല. ക്രിസ്ത്യാനികൾ എന്ന് പേര് വിളിക്കുന്നവർ പോലും കുഞ്ഞുങ്ങളെ സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ, ജോലി ചെയ്യുന്നവർ അവരുടെ ഓഫീസിലായിരിക്കുമ്പോൾ അവർക്കൊക്കെ ഈ ഒറ്റപ്പെടലുകൾ നേരിടേണ്ടി വരും. സോഷ്യൽ റിജക്ഷൻ, സോഷ്യൽ പേഴ്സിക്യൂഷൻ, സമൂഹത്തിൽ നിന്ന് അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തും. ചിലര് കപട വേഷധാരികളായിട്ട് വന്ന് ദൈവജനത്തെ വഞ്ചിക്കും. ദൈവജനം അവരുടെ പുറകെ പോകും. അവർ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അപ്പോ പൗലോസ് ഇൻ കൺക്ലൂഷൻ അബൌട്ട് ദ പെരിലസ് ടൈംസ്, അന്ത്യകാലത്തെ കുറിച്ച്, ദുർഘട സമയങ്ങളെ കുറിച്ച് അതിന്റെ സമാപനത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യം 18 കൂട്ടം വഷളത്വങ്ങളെ കുറിച്ച് പറഞ്ഞു, അത് വർദ്ധിച്ചു വരുന്ന കാലം എന്ന് പറഞ്ഞു. എന്നിട്ട് ചിലര് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള എല്ലാം പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, അന്ത്യകാലത്ത് സംഭവിക്കുന്ന മറ്റൊന്ന്, ദുഷ്ട മനുഷ്യർ, പരസ്യമായി ദൈവത്തെ എതിർക്കുന്നവർ, സുവിശേഷത്തെ എതിർക്കുന്നവർ ഉണ്ടാകും. എന്നാൽ ആൾമാറാട്ടക്കാരായി വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് വരുന്നവരും വിശ്വാസികളെ വഞ്ചിക്കുവാനായിട്ട് വരും. ഇങ്ങനെ അനേകം കഷ്ടതകൾ. അതുകൊണ്ടാണ് പൗലോസ് അന്ത്യോക്യയിലും മിക്കോന്യയിലും ലുസ്ത്രയിലും 1-ാം മിഷണറി യാത്രയിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളൊക്കെ ഉണ്ടായ, തന്നെ കല്ലെറിഞ്ഞ, തന്നെ പുറത്താക്കി കളഞ്ഞ ആ സ്ഥലങ്ങളിലൊക്കെ വീണ്ടും തിരിച്ചു എന്ന് വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടി പറയുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും ഇങ്ങനെ അനേകം കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും അവരെ പ്രബോധിപ്പിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയും. ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്ന മനുഷ്യരോട്, വിശ്വാസത്തിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ വിശ്വാസികളായി ഈ മറ്റു മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് കഷ്ടതകൾ ഉണ്ടാകും, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞ് അവരെ ഉറപ്പിച്ചതായിട്ടുള്ള പൗലോസ് തന്റെ ജീവിതാവസാനത്തിൽ തീമോഥെയോസിനോടും പറയുകയാണ്, ഇങ്ങനെ അനേക കഷ്ടതകൾ ഉണ്ടാകും, എന്നാൽ നീ ഉറച്ചു നിൽക്കണം. പിന്നീടുള്ള വാക്യങ്ങൾ അതാണ് പറയുന്നത്. അടുത്ത ദിവസം നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയും. നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യാം. നാം ലോകത്തോട് ചേർന്ന് നടക്കുന്നവരാണോ? ദുർനടപ്പിന്റെ അതേ കവിച്ചിലിൽ മറ്റുള്ളവരോട് ചേർന്ന് നടന്ന് ഒറ്റപ്പെടലുകളൊന്നും അനുഭവിക്കാതെ, കഷ്ടതയോ പീഡനമോ പ്രയാസങ്ങളോ ഒന്നും അനുഭവിക്കാതെ ഒരു പൊത്തുവരുത്ത ജീവിതം നയിക്കുന്നവരാണോ? അതോ സുവിശേഷത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും, പൗലോസ് പറയുന്നു, എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് താൻ പാനീയാഗമായി ഒഴിക്കപ്പെടുവാൻ പോകുന്ന പൗലോസ് അപ്പോസ്തലനെ പോലെ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് ഒരിക്കൽ കൂടെ നമ്മെ തന്നെ ശോധന ചെയ്യാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും
വഴി നടത്തുമാറാകട്ടെ.